അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 ഏപ്രിലിൽ ഉള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഐഡൻറ്റിഫൈ ദ കണ്ടൻറ്റ് ഓഫ് രജിസ്റ്റർ എ ക്യാരി ഫ്ലാഗ് ആൻഡ് എക്സ്റ്റേണൽ മെമ്മറി ലൊക്കേഷൻ 8500H ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻസ് അസ്യൂം കണ്ടൻറ്റ് ഓഫ് എക്സ്റ്റേണൽ ലൊക്കേഷൻ 8000H ഹാസ് 0AH ഷോ ഓൾ നെസസറി സ്റ്റെപ്സ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് 800H എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ എന്തുണ്ട്, 0AH ഉണ്ട്. പിന്നെ എന്താ ചെയ്യേണ്ടത്, DPTR, അതായത് ഇതിൽ ഈ പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. ഈ പ്രോഗ്രാമിൽ നിന്ന് ഇതിൻ്റെ അക്യുമുലേറ്ററിലെയും ക്യാരി ഫ്ലാഗിലുള്ള എന്തൊക്കെയാണ് സംഭവിക്കണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ആദ്യം നമുക്ക് പ്രോഗ്രാം ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ DPTR 8000 ആക്കാണ്, അതാണിത്. അത് കഴിഞ്ഞിട്ട് DPTRലുള്ള സംഭവം അക്യുമുലേറ്ററിലേക്ക് മാറ്റാണ്, അതായത് 0A. അപ്പോൾ അക്യുമുലേറ്ററിൽ എന്തുണ്ടാവും, 0AH വരും, 0AH. പിന്നെ മൂവ് F0#04. ഈ F0 എന്നൊക്കെ കാണുന്നതേ നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇത് സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സ് ഉണ്ട്, നമ്മുടെ SFR എന്ന് പറയും, അതിൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ ഈ നമ്മുടെ അക്യുമുലേറ്ററിന് ഒരു അഡ്രസ്സ് ഉണ്ട്, രജിസ്റ്റർ ബിക്ക്, അങ്ങനെ എല്ലാത്തിനും ഓരോ അഡ്രസ്സ് വെച്ചിട്ട് തന്നെയാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് അക്യുമുലേറ്ററിൽ നിന്ന് എഴുതും, ശരിക്കും അതിൻ്റെ അഡ്രസ്സ് വെച്ചിട്ടാണിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. അപ്പോൾ ഈ സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റർ ഒന്ന് നോക്കാം. അപ്പോൾ അത് എങ്ങനെ വരണേന്ന്. ഇതാണ് നമ്മുടെ 8051 സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റർ. കണ്ടോ, അതൊരു അക്യുമുലേറ്റർ ഓർ ACC എന്നുള്ളത് E0 ആണ് അതിൻ്റെ അഡ്രസ്സ്. രജിസ്റ്റർ ബി ഉണ്ടോ, രജിസ്റ്റർ ബിയുടെ F0, നമ്മുടെ പ്രോബ്ലത്തിൽ F0 ആണ്. F0#404 എന്നാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ രജിസ്റ്റർ ബിയിലേക്കാണ് മാറ്റാൻ വേണ്ടിയിട്ടാണ് അവർ പറയണത്. നമ്മൾ രജിസ്റ്റർ ബി എന്ന് പകരം അതിൻ്റെ അഡ്രസ്സാണ് തന്നിട്ടുള്ളത്. പിന്നെ DPHും DPLും അതിനൊക്കെ ഒരു അഡ്രസ്സ് ഉണ്ടോ. പിന്നെ ഇൻറ്ററപ്റ്റ് എനേബിൾ രജിസ്റ്ററിന് ഇങ്ങനെ. പിന്നെ പോർട്ടുകൾക്ക് അഡ്രസ്സ് ഉണ്ട്, 8090A0B0. ഇതൊക്കെ ഓർത്തിരിക്കാൻ ഒത്തിരി പാടാണെങ്കിലും ഇതിങ്ങനെ നമ്മൾ കാണാത്ത കാണുമ്പോൾ ഇങ്ങനെ വിചാരിച്ചാൽ മതി. പെട്ടെന്ന് മനസ്സിലാകാത്ത കാണുമ്പോൾ അത് ഏതെങ്കിലും രജിസ്റ്ററിൻ്റെ അഡ്രസ്സായിരിക്കും എന്ന് വിചാരിക്കുക. സ്റ്റാക്ക് പോയിൻ്ററിന് 81 ഉണ്ട്. അങ്ങനെ എല്ലാത്തിനും അഡ്രസ്സ് വെച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ F0 എന്നുള്ളത് രജിസ്റ്റർ ബി ആണ് കേട്ടോ. അതുപോലെ അക്യുമുലേറ്ററിന് E0. ഇത് രണ്ടും ഓർത്ത് വെച്ചോ, F0 E0. പിന്നെ പോർട്ട് 0ക്ക് 80, പോർട്ട് 1 90, പോർട്ട് 2 A0, പോർട്ട് 3 B0. ഓർത്ത് വയ്ക്കാൻ കുറച്ച് പാടാണെങ്കിലും ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. ഇപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞോണം. പിന്നെ അപ്പോൾ ഇത് രജിസ്റ്റർ ബി ആണ്, രജിസ്റ്റർ ബി, അതായത് ബിയിൽ ഇപ്പോൾ 04 എന്ന് പറഞ്ഞ നമ്പർ വന്നു. ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി F0 എന്നുള്ളത് വാല്യൂ R0യിലേക്ക് മാറ്റാം. അപ്പോൾ R0 രജിസ്റ്ററിലേക്ക് F0യിലുള്ള മാറ്റാം. F0യിൽ 04 ആണ്, അപ്പോൾ R0യിൽ 04 വന്നു. പിന്നെ R0Aയും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ 04 + 0A ഇത് രണ്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് DPTR ആഡ് ചെയ്തതിന് ശേഷം ഇൻക്രിമെൻറ്റ് ചെയ്യാൻ പറയുകയാണ്. അല്ല, DPTRൻ്റെ വാല്യൂ മാറ്റാണ്. 8000 എന്നുള്ളത് 8500ലേക്ക് മാറ്റാണ്, 8500. അപ്പോൾ DPTR 8500 എത്തി. ആ ലൊക്കേഷനിലേക്ക് ഈ ആഡ് ചെയ്ത R0 + A മാറ്റാണ്. അപ്പോൾ ആ വാല്യൂ ഇവിടെ വരും. പിന്നെ ആൻസർ ഒന്ന് നോക്കാം. ജസ്റ്റ് ഇത് ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ആൻസർ നോക്കാം. നേരത്തെ പറഞ്ഞോണം തന്നെ 0A 8000 എന്നുള്ള ലൊക്കേഷനിൽ 0A ഉണ്ട്. DPTR ഇതായി 8000 ആയി. ഇതാണ് DPTR 8000ലേക്ക് ആക്കി. ഈ DPTR 8000ലുള്ള സാധനം എയിലേക്ക് മാറ്റാണ്, അക്യുമുലേറ്റർ. ഇപ്പോൾ 0A ആയി. ഇത് റൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും.
അത് കഴിഞ്ഞിട്ട് F0 രജിസ്റ്റർ ബി ആണ്. ബി രജിസ്റ്റർ 04 ആയി, 04. പിന്നെ ഇനിയിപ്പോൾ 0A അക്യുമുലേറ്ററിലും 04 എന്തിലുള്ള ബി രജിസ്റ്ററിലായി. ഇത് തമ്മിൽ ആഡ് ചെയ്യണം. F0 എന്നുള്ള വാല്യൂ രജിസ്റ്റർ ആറിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ R0 എന്നുള്ള രജിസ്റ്ററിലേക്ക് 04 വരും, അക്യുമുലേറ്റർ 0A വരും. അതിനിത് ആഡ് ചെയ്യുമ്പോൾ കാൽക്കുലേറ്റർ വെച്ച് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 04 + 0A. (0E) എന്നാണ് കിട്ടുക. ആൻസർ 0E. ആൻസർ 0E കിട്ടും. അപ്പോൾ അക്യുമുലേറ്ററിൽ 0E കിട്ടും. അവിടെ എഴുതിയിട്ടുണ്ട് അക്യുമുലേറ്റർ 0E. ഇനി ഡാറ്റ പോയിൻ്റർ 8500 മാറ്റാണ്. മെമ്മറി ലൊക്കേഷൻ ആദ്യം 8000 ആയിരുന്നു നിന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് വേറൊരു മെമ്മറി ലൊക്കേഷനാണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോണത്, 8500. ആ നമ്പറിലേക്ക് അക്യുമുലേറ്റർ ഉള്ളത് മാറാണ്. അപ്പോൾ 0E ഇവിടേക്ക് വരും. അക്യുമുലേറ്ററിൽ മാറി. അപ്പോൾ 8500 0E വന്നു. പിന്നെ അത് രജിസ്റ്റർ അക്യുമുലേറ്റർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അക്യുമുലേറ്റർ 0E ക്യാരി ഫ്ലാഗ്, ക്യാരി ഒന്നും വന്നില്ല. ഈ നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോൾ 256 നമ്പേഴ്സിലും കുറവാണ്. അത് 8 ബിറ്റ് രജിസ്റ്ററിൽ ഉൾക്കൊള്ളാവുന്ന നമ്പറുള്ളൂ. അപ്പോൾ ക്യാരി ഫ്ലാഗ് 0, വേറെ വന്നില്ല, ക്യാരി വന്നില്ല, 0. ഇതാണ് ആൻസർ. ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, നമ്മൾ 04ഉം 0Aയും തമ്മിൽ ആഡ് ചെയ്യണം എങ്ങനെയാണ്. ഇപ്പോൾ നമുക്കത് ആൻസർ കിട്ടണമല്ലോ. ഇപ്പോൾ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ 2 നമ്പേഴ്സ് ചെയ്യുമ്പോൾ ആഡ് ചെയ്ത് കിട്ടണം. അപ്പോൾ 04 ഉണ്ട്, 0A ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതായത് 8 ബിറ്റ് നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യുക. അത് കോമിട്ടിട്ട് 2 നമ്പേഴ്സായിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 4 ബിറ്റായിട്ട് കൺവേർട്ട് ചെയ്യുക. 00. ഈ 0നെയാണ് നമ്മൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്തത്. ഇനി 4ന് കൺവേർട്ട് ചെയ്യണം. 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ 8 ബിറ്റാണ്. 8ൻ്റെ സ്ഥാനത്തുള്ള ബിറ്റാണ്. അത് 4ൻ്റെ സ്ഥാനത്തുള്ള ബിറ്റിൽ 1 ഇടുക, ബാക്കിയെല്ലാം 0 കൊടുക്കുക. ഇപ്പോൾ 04 ആയി. പിന്നെ ഇത് 0A ആണ്. അപ്പോൾ ആദ്യം എല്ലാം 4 0 ഇടുക. 0 എന്ന് പറഞ്ഞാൽ 4 0. A എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 എന്ന് പറഞ്ഞാൽ 8 2 10. ഇപ്പോൾ 8 ബിറ്റ് കോമ ഇടുക, അല്ലെങ്കിൽ സംശയം വരും. ഇത് 8. പിന്നെ 2ൻ്റെ അവിടെ 1 ഇടുക. ഇപ്പോൾ 8 2 10 ആയി. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. 0 0 0 0 1 1 1 0 1 0 1 1 0 0 0 0. ഇനിയിപ്പോൾ ഇത് പിന്നെ നമ്മൾ കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 0 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 തന്നെ. ഇത് എത്രയാണ്? 8 8 4 12 1 13. 8 8 4 12 2 14 അല്ലേ? 14 ഏതാ നമ്പർ? 14. A എന്ന് പറഞ്ഞാൽ 10, B എന്ന് പറഞ്ഞാൽ 11, C എന്ന് പറഞ്ഞാൽ 12, D എന്ന് പറഞ്ഞാൽ 13, E എന്ന് പറഞ്ഞാൽ 14, F എന്ന് പറഞ്ഞാൽ 15. ഇത് E ആണ്, 0E. അപ്പോൾ ഈ 14 നമ്മൾ E എന്ന് എഴുതും. അതിനാണ് നേരത്തെ 0E കിട്ടിയത് കേട്ടോ. കാൽക്കുലേറ്ററിലെങ്കിൽ ചെയ്യാൻ പറ്റണം, കാൽക്കുലേറ്റർ വെച്ച് ചെയ്യരുത്. അപ്പോൾ ഇങ്ങനെ കിട്ടും, 0E.